1984-നും 85-നുമിടയിൽ അമേരിക്കയിലെ ലോസ് ആഞ്ചലസ് നിവാസികളെ മുഴുവൻ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് തുടർച്ചയായി കൊലപാതകങ്ങളും റേപ്പ് കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. ദ നൈറ്റ് സ്റ്റാക്കർ എന്ന പേരിൽ അമേരിക്കയെ വിറപ്പിച്ച ഒരു സീരിയൽ കില്ലറാണ് ഇതിനെല്ലാം പിന്നിലുള്ളത് എന്ന് ലോസ് ആഞ്ചലസ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് തിരിച്ചറിഞ്ഞപ്പോഴേക്കും സമയം ഒത്തിരി വൈകിയിരുന്നു. അതിനോടകം അയാൾ 12 കൊലപാതകങ്ങളും 11 റേപ്പുകളും 14-ൽ കൂടുതൽ റോബറികളും നടത്തിക്കഴിഞ്ഞിരുന്നു. ദ നൈറ്റ് സ്റ്റാക്കർ എന്ന പേരിൽ അമേരിക്കയെ വിറപ്പിച്ച ആ സീരിയൽ കില്ലർ ആരായിരുന്നു? അയാൾ എങ്ങനെയാണ് പോലീസ് പിടിയിലായത്? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. ഇനി പറയാൻ പോകുന്ന പല സംഭവങ്ങളിലും ദൃക്സാക്ഷികളോ സർവൈവേഴ്സോ ഇല്ലാത്തതിനാൽ തന്നെ ക്രൈം സീൻ എവിഡൻസുകളും പോലീസ് അനുമാനങ്ങളും വെച്ച് ഒരു ഇമാജിനേഷനിലൂടെയാണ് കാര്യങ്ങൾ വിവരിക്കുന്നത് എന്ന് ആദ്യമേ പറയുന്നു. 1985 മാർച്ച് 17 റോസ്മീഡ് സിറ്റി, ലോസ് ആഞ്ചലസ്. സമയം രാത്രി ഒരു 10:30 കഴിഞ്ഞു കാണും. 22 വയസ്സുള്ള മരിയ ഹെർണാണ്ടസ് ഒരു ഷോപ്പിങ്ങിന് പോയതിനു ശേഷം തിരിച്ച് വീട്ടിലെത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. മരിയ അവളുടെ കാർ ഗാരേജിനകത്ത് കയറ്റി നിർത്തിയതിനു ശേഷം പർച്ചേസ് ചെയ്ത സാധനങ്ങളെല്ലാം കാറിനകത്ത് നിന്നും പുറത്തെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് ആ ഗാരേജിന് മുന്നിൽ അജ്ഞാതനായ ഒരാൾ പ്രത്യക്ഷപ്പെട്ടത്. അയാളുടെ നിഴൽ മരിയ കണ്ടതും അവൾ പേടിച്ചു വിറച്ച് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും അയാൾ അവളുടെ തൊട്ടരികിലെത്തിക്കഴിഞ്ഞിരുന്നു. അജ്ഞാതനായ ആ വ്യക്തി ഒരു കാരണവുമില്ലാതെ മരിയ ഹെർണാണ്ടസിനെ ആക്രമിക്കാൻ തുടങ്ങിയതോടെ അവൾ ഉറക്കെ നിലവിളിച്ചു. ഉടനെ തന്നെ അയാൾ ഒരു 22 കാലിബർ ഗണ്ണെടുത്ത് മരിയയ്ക്ക് നേരെ എയിം ചെയ്തു. അതുവരെ നിലവിളിച്ചുകൊണ്ടിരുന്ന മരിയ ഹെർണാണ്ടസിന്റെ ശബ്ദം നിലച്ചുപോയ നിമിഷമായിരുന്നു അത്. എന്നാൽ ഒരു നിമിഷം പോലും ആലോചിക്കാതെ അയാൾ മരിയ ഹെർണാണ്ടസിന്റെ മുഖത്ത് തന്നെ നിരവധി തവണ ഷൂട്ട് ചെയ്തു. ഈ ശബ്ദം കേട്ട് ആ വീടിനകത്ത് നിന്നും മരിയയുടെ ഫ്രണ്ടായ ഡെയിൽ പുറത്തേക്ക് ഓടി വന്നു. ഗാരേജിനു മുന്നിലായി ചോരയിൽ കുളിച്ചു കിടക്കുന്ന മരിയ ഹെർണാണ്ടസിനെയും അവൾക്കരികിലായി ഒരു അജ്ഞാതൻ ഗണ്ണുമായി നിൽക്കുന്നതുമാണ് ഡെയിലിന് കാണാൻ കഴിഞ്ഞത്. അയാൾ തന്നെയും ആക്രമിക്കുമെന്ന് മനസ്സിലായതോടെ ഡെയിൽ വീടിനകത്തേക്ക് ഓടി. എന്നാൽ കില്ലർ ഡെയിലിന്റെ പുറകെ തന്നെയുണ്ടായിരുന്നു. ആ വീട്ടിലെ കിച്ചനകത്ത് വെച്ച് ഡെയിലും അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. ഡെയിലിന്റെയും മുഖത്ത് തന്നെയാണ് കില്ലർ ഷൂട്ട് ചെയ്തത്. ഈ കൊലപാതകങ്ങൾക്ക് ശേഷം കില്ലർ ഡെയിലിന്റെ 2 കണ്ണുകളും കത്തികൊണ്ട് ചൂഴ്ന്നെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഈ കൊലപാതകങ്ങളെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചു. അവർ ക്രൈം സീനിലെത്തി പരിശോധന നടത്തിയെങ്കിലും കാര്യമായ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കില്ലർ ഡെയിലിന്റെ 2 കണ്ണുകളും ചൂഴ്ന്നെടുത്ത് കൊണ്ടുപോയിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഇതൊരു സാധാരണ കൊലപാതകമല്ല എന്ന് പോലീസുകാർക്ക് മനസ്സിലായിരുന്നു. അത് ശരിവെക്കും വിധത്തിൽ തൊട്ടടുത്ത ദിവസം തന്നെ മറ്റൊരു കൊലപാതകം നടന്നു. മാർച്ച് 18 രാത്രി ഒരു 11 മണിയായി കാണും. 34 വയസ്സുള്ള വെറോണിക്ക എന്ന സ്ത്രീ റോസ്മീഡിൽ തന്നെയുള്ള മോൺട്രെ പാർക്ക് എന്ന സ്ഥലത്തുകൂടി അവരുടെ കാറിൽ പോവുകയായിരുന്നു. ഈ സമയം ഒരു അജ്ഞാതൻ റോഡിന് നടുക്കിൽ നിൽക്കുന്നത് കണ്ട് വെറോണിക്ക കാർ നിർത്തി. പെട്ടെന്നാണ് അയാൾ ഒരു ഗണ്ണെടുത്ത് വെറോണിക്കയ്ക്ക് നേരെ എയിം ചെയ്തത്. ശേഷം വെറോണിക്കയോട് കാറിൽ നിന്നും പുറത്തിറങ്ങാൻ അയാൾ ആജ്ഞാപിച്ചു. പേടിച്ചു പോയ വെറോണിക്ക കാറിൽ നിന്നും പുറത്തിറങ്ങിയ നിമിഷം തന്നെ അയാൾ വെറോണിക്കയുടെ മുഖത്ത് നിരവധി തവണ ഷൂട്ട് ചെയ്തു. താൻ എന്തിനു വേണ്ടിയാണ് ആക്രമിക്കപ്പെടുന്നത് എന്ന് പോലും അറിയാതെ വെറോണിക്ക മരിച്ചു വീണു. ശേഷം വെറോണിക്കയുടെ കൈവശമുണ്ടായിരുന്ന പണവും ആഭരണങ്ങളുമെല്ലാം മോഷ്ടിച്ചതിനു ശേഷം കില്ലർ അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഈ സംഭവം നടന്ന് വെറും 9 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അടുത്ത കൊലപാതകം നടന്നു. മാർച്ച് 27 പുലർച്ചെ ഒരു 2 മണിയായി കാണും. 64 വയസ്സുള്ള വിൻസെന്റ് ചാൾസും അദ്ദേഹത്തിന്റെ ഭാര്യ 44 വയസ്സുള്ള മാക്സീൻ ലെവിനെയും അവരുടെ വീടിനകത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കില്ലർ ആ വീടിനകത്തെത്തിയത്. നേരെ ബെഡ്റൂമിനകത്ത് കയറിയ കില്ലർ ഉറങ്ങിക്കിടക്കുകയായിരുന്ന വിൻസെന്റ് ചാൾസിന്റെ മുഖത്ത് തന്നെ നിരവധി തവണ ഷൂട്ട് ചെയ്തു. വെടിയൊച്ച കേട്ട മാക്സീൻ ഞെട്ടി എഴുന്നേറ്റു. നോക്കുമ്പോൾ അവരുടെ ഭർത്താവ് വിൻസെന്റ് ചോരയിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നു. ബെഡിനരികിലായി തന്നെ ഒരജ്ഞാതൻ തോക്കുമായി നിൽക്കുന്നുണ്ട്. ആ കാഴ്ച കണ്ട് ഭയന്ന് വിറച്ചുപോയ മാക്സീൻ ഉറക്കെ നിലവിളിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അവരുടെ ശബ്ദം പുറത്തു വരുന്നുണ്ടായിരുന്നില്ല. ഈ സമയം കില്ലർ മാക്സീനോട് പണവും ആഭരണങ്ങളുമെല്ലാം എടുത്തു നൽകാൻ ആവശ്യപ്പെട്ടു. ആ ഒരു നടുക്കത്തോടെ തന്നെ മാക്സീൻ കില്ലറുമായി തൊട്ടടുത്തുള്ള റൂമിലെത്തുകയും
പണവും ആഭരണങ്ങളുമെല്ലാം വെച്ചിരിക്കുന്ന കബോർഡ് തുറന്നു കൊടുക്കുകയും ചെയ്തു. കില്ലർ അതിവേഗത്തിൽ അവയെല്ലാം അയാളുടെ ബാഗിലേക്ക് നിറയ്ക്കാൻ തുടങ്ങി. എല്ലാം മോഷ്ടിച്ചു കഴിഞ്ഞാൽ കില്ലർ തന്നെയും കൊലപ്പെടുത്തുമെന്ന് മാക്സീന് ഉറപ്പായിരുന്നു. സമനില വീണ്ടെടുത്ത അവർ പെട്ടെന്ന് തന്നെ ബെഡ്റൂമിലേക്ക് ഓടി. കാരണം ആ റൂമിൽ വിൻസെന്റിന്റെ പിസ്റ്റളുണ്ട്. മാക്സീൻ ആ റൂമിലെത്തി പിസ്റ്റൾ എടുത്ത് ലോഡ് ചെയ്യുമ്പോഴേക്കും അവളുടെ തലയിലൂടെ ഒരു വെടിയുണ്ട തുളച്ചു കയറി. കില്ലർ മാക്സീന്റെ പുറകെ തന്നെയുണ്ടായിരുന്നു. വെടിയേറ്റ് നിലത്ത് വീണ മാക്സീന്റെ തലയിൽ അയാൾ വീണ്ടും നിരവധി തവണ ഷൂട്ട് ചെയ്തു. എന്നിട്ടും തന്നെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ ദേഷ്യം തീരാതിരുന്ന കില്ലർ കിച്ചണിൽ പോയി ഒരു കത്തി എടുത്തു കൊണ്ടുവന്നതിനു ശേഷം മാക്സീന്റെ ശരീരം മുഴുവൻ കുത്തി വികൃതമാക്കുകയും ചെയ്തു. ദിവസങ്ങളുടെ വ്യത്യാസത്തിലാണ് ഇത്രയും കൊലപാതകങ്ങൾ അരങ്ങേറിയത്. ക്രൈം സീനിൽ നിന്നും ഒരു തെളിവും ലഭിക്കാത്തതിനാൽ പോലീസിന് കില്ലറിനെ പിടികൂടാനും കഴിയുന്നില്ല. ഇതോടെ ലോസ് ആഞ്ചലസിലെ ജനങ്ങൾ മുഴുവൻ ഭീതിയിലായി. രാത്രി കിടന്നുറങ്ങാൻ പോലും അവരെല്ലാവരും ഭയപ്പെട്ടു. മിക്കവാറും ആളുകൾ സ്വയരക്ഷാർത്ഥം പിസ്റ്റൾ തൊട്ടരികിൽ തന്നെ വെച്ചിട്ടാണ് കിടന്നുറങ്ങിയിരുന്നത്. ഇതിനെ തുടർന്ന് ഈ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി മാത്രം ലോസ് ആഞ്ചലസ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് പുതിയൊരു ടീമിന് രൂപം നൽകി. അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ അവർ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഈ 3 സംഭവങ്ങളും ഒരേ ഏരിയയിലാണ് നടന്നിരിക്കുന്നത്. എല്ലാ കൊലപാതകങ്ങൾക്കും 22 കാലിബർ ഗണ്ണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ കൊല ചെയ്യപ്പെട്ട 5 പേരുടെയും മുഖത്താണ് കൂടുതൽ വെടിയേറ്റിരിക്കുന്നത്. ഇതോടെ ഈ കൊലപാതകങ്ങൾ തമ്മിൽ നല്ല സാമ്യമുണ്ടെന്നും ഒരു സീരിയൽ കില്ലറാണ് ഇതിന് പിന്നിലുള്ളത് എന്നും അന്വേഷണ സംഘത്തിന് മനസ്സിലായി. പക്ഷേ ഈ 3 സംഭവങ്ങളിലെയും വിക്ടിംസ് തമ്മിൽ ഒരു കണക്ഷനും ഉണ്ടായിരുന്നില്ല. എന്ത് മോട്ടീവിന്റെ അടിസ്ഥാനത്തിലാണ് കില്ലർ ഇരകളെ തിരഞ്ഞെടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അതുവെച്ച് കില്ലറിലേക്ക് എളുപ്പത്തിലെത്താനും അടുത്തൊരു കൊലപാതകം നടത്താതെ തടയാനും കഴിയുമായിരുന്നു. ഇവിടെ കില്ലർ റാൻഡം കില്ലിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്തതെന്ത് സംഭവിക്കുമെന്ന് ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല. അതിനാൽ സിറ്റിയിലെ സുരക്ഷ വർദ്ധിപ്പിക്കലും നൈറ്റ് പട്രോളിംഗ് ശക്തമാക്കലുമാണ് ഏകമാർഗം. പോലീസ് അതിനുള്ള നടപടികൾ ആരംഭിച്ചു. റോസ്മീഡ് സിറ്റിയിൽ നൈറ്റ് പട്രോളിംഗ് ശക്തമായതോടെ കില്ലർ കൊലപാതകം നടത്താനായി മറ്റൊരു സിറ്റി തിരഞ്ഞെടുത്തു. ജൂലൈ 5 സിയാറ മാഡ്രെ. റോസ്മീഡിൽ നിന്നും 10 കിലോമീറ്റർ യാത്ര ചെയ്താൽ സിയാറ മാഡ്രയിലെത്താം. അന്ന് രാത്രി ഒരു 11 മണി കഴിഞ്ഞു കാണും. 16 വയസ്സുള്ള വൈറ്റ്നി ബെന്നറ്റ് അന്ന് വീട്ടിൽ തനിച്ചേയുണ്ടായിരുന്നുള്ളൂ. അവളുടെ പാരന്റ്സ് ഒരു ദൂരയാത്ര പോയിരിക്കുകയായിരുന്നു. അന്ന് രാത്രി കില്ലർ ആ വീടിനകത്തെത്തുമ്പോൾ ബെന്നറ്റ് നല്ല ഉറക്കത്തിലായിരുന്നു. ഇത്തവണ ഗണ്ണിന് പകരം ഒരു ഇരുമ്പ് റാഡുമായിട്ടാണ് കില്ലർ എത്തിയത്. അതുകൊണ്ട് കില്ലർ ബെന്നറ്റിന്റെ തലയിൽ തന്നെ നിരവധി തവണ അടിക്കാൻ തുടങ്ങി. അടിച്ചാടിയിൽ നടന്നതെന്താണെന്ന് പോലും അറിയാതെ ബെന്നറ്റിന്റെ ബോധം നഷ്ടമായി. കില്ലറാണെങ്കിൽ ബെന്നറ്റ് മരിച്ചു എന്ന് തെറ്റിദ്ധരിച്ച് ആ വീട് കൊള്ളയടിച്ചതിനു ശേഷം അവിടെ നിന്നും പോവുകയും ചെയ്തു. അടുത്ത ദിവസം രാവിലെ പാരന്റ്സ് തിരിച്ചെത്തിയതോടെയാണ് മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന ബെന്നറ്റിനെ കണ്ടതും നടുക്കുന്ന ഈ വാർത്ത പുറം ലോകമറിഞ്ഞതും. തലയോട്ടി തകർന്ന് ധാരാളം ചോര വാർന്നു പോയിട്ടും ബെന്നറ്റ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ് അത്ഭുതം. എന്നിരുന്നാലും അവൾ മാസങ്ങളോളം കോമ സ്റ്റേജിലായിരുന്നു. വൈറ്റ്നി ബെന്നറ്റിന്റെ ആക്രമണവും മാധ്യമങ്ങളിൽ വലിയ വാർത്തയായതോടെ ലോസ് ആഞ്ചലസിലെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന സീരിയൽ കില്ലറിനെ പിടികൂടാൻ കഴിയാത്തതിൽ പോലീസിനെതിരെ പ്രതിഷേധങ്ങൾ ശക്തമായി. ക്രൈം സീനിൽ ഒരു തെളിവും അവശേഷിപ്പിക്കാതെ വളരെ പ്രീ പ്ലാൻഡ് ആയിട്ടാണ് കില്ലർ ഓരോ കൊലപാതകവും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിയിലേക്കെത്താൻ കഴിയാതെ പോലീസ് വിഷമിച്ചു. ഇങ്ങനെയിരിക്കുന്ന സമയത്താണ് ആദ്യമായൊരു ലീഡ് പോലീസുകാർക്ക് ലഭിച്ചത്. അതും കില്ലർ തന്നെയാണ് ആ ലീഡ് നൽകിയത് എന്നുള്ളതാണ് വിചിത്രം. ഓഗസ്റ്റ് 27 പുലർച്ചെ ലോസ് ആഞ്ചലസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് 29 വയസ്സുള്ള ഐനസ് എറിക്സൺ എന്ന സ്ത്രീ വിളിച്ച് നടുക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തി. അന്ന് പുലർച്ചെ ഒരു 3:30 ഐനസ് എറിക്സണും അവരുടെ ഹസ്ബൻഡ് ബിൽ കാൺസും നല്ല ഉറക്കത്തിലായിരുന്നു. പെട്ടെന്നാണ് ഒരു ശബ്ദം കേട്ട് ഇരുവരും ഞെട്ടി എഴുന്നേറ്റത്. നോക്കുമ്പോൾ അജ്ഞാതനായ ഒരു വ്യക്തി കയ്യിൽ തോക്കുമായി അവരുടെ മുന്നിൽ നിൽക്കുന്നു. തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ലോസ് ആഞ്ചലസിനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന സീരിയൽ കില്ലറാണെന്ന് മനസ്സിലാക്കാൻ ബില്ലിനും ഐനസിനും അധികം സമയം വേണ്ടി വന്നില്ല. പൊതുവെ ഒന്നും പറയാതെ ഡയറക്റ്റായി അറ്റാക്കിലേക്ക് കടക്കലാണ് കില്ലറിന്റെ രീതി. എന്നാൽ ഇത്തവണ അതിൽ മാറ്റം വരുത്തി. തന്നെ നൈറ്റ് സ്റ്റാക്കർ എന്ന് സ്വയം പരിചയപ്പെടുത്തിയതിനു ശേഷമാണ് അയാൾ ബിൽ കാൺസിന് നേരെ വെടിയുതിർത്തത്. മുഖത്തു തന്നെ നിരവധി തവണ വെടിയുണ്ട തുളച്ചു കയറിയതിനാൽ തൽക്ഷണം ബിൽ മരിച്ചു വീണു. ഇത് കണ്ട് പകച്ചു നിൽക്കുകയായിരുന്ന ഐനസിനെ കില്ലർ കൊലപ്പെടുത്തിയില്ല. പകരം അവളെ അതിക്രൂരമായി റേപ്പ് ചെയ്തു. എല്ലാത്തിനും ശേഷം കില്ലർ ഐനസിന് ഒരു ഓപ്ഷൻ നൽകി.
ദൈവത്തിന് പകരം സാത്താനെ ആരാധിക്കാൻ തയ്യാറാണെങ്കിൽ നിന്നെ ഞാൻ ജീവനോടെ വിടാമെന്നുള്ളതായിരുന്നു കില്ലർ നൽകിയ ഓപ്ഷൻ. മരണഭയത്തിൽ കില്ലർ പറഞ്ഞതിനെല്ലാം ഐനസ് സമ്മതമറിയിച്ചു. ഇതിനെ തുടർന്ന് ആ വീട്ടിലുണ്ടായിരുന്ന പണവും ആഭരണങ്ങളുമെല്ലാം കൈക്കലാക്കിയതിനു ശേഷം ഐനസ് എറിക്സനെ ഒന്നും ചെയ്യാതെ കില്ലർ അവിടെ നിന്നും പോയി. പോകുന്നതിനു മുൻപ് അയാൾ ഐനസിനോട് ഒരു കാര്യം കൂടി പറഞ്ഞു. ഞാൻ ഇവിടെ നിന്നും ഇറങ്ങിയ ഉടനെ നീ പോലീസിനെ വിളിക്കുമെന്ന് എനിക്കറിയാം. അങ്ങനെ വിളിക്കുമ്പോൾ എന്റെ പേര് നൈറ്റ് സ്റ്റാക്കറാണെന്നും ഞാൻ ലോസ് ആഞ്ചലസ് വിട്ട് എങ്ങോട്ടും പോവില്ല എന്നും പറ്റുമെങ്കിൽ എന്നെ പിടിക്കാൻ നോക്കൂ എന്നും നീ അവരോട് പറയണം. ഇത്രയും പറഞ്ഞിട്ടാണ് കില്ലർ പോയത്. ഈ കാര്യങ്ങൾ അതുപോലെ തന്നെ ഐനസ് പോലീസുകാരോട് പറഞ്ഞു. കില്ലർ മുഖംമൂടി ധരിച്ചിരുന്നതിനാൽ ഐനസിന് അയാളെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. ഉടനടി പോലീസ് ഐനസ് എറിക്സന്റെ വീട്ടിലെത്തി പരിശോധന നടത്തിയെങ്കിലും അവിടെ നിന്നും കൂടുതൽ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ഐനസിന്റെ അയൽവാസിയായ വ്യക്തി വളരെ നിർണായകമായ ഒരു മൊഴി നൽകി. അതായത് ഈ കൊലപാതകം നടന്ന സമയത്ത് വെടിയൊച്ച കേട്ട് അദ്ദേഹം വീടിന് പുറത്തു വന്ന് നോക്കിയിരുന്നു. ആ സമയം ഓറഞ്ച് കളറിലുള്ള ഒരു ടൊയോട്ട കാർ ഐനസിന്റെ വീടിന് മുന്നിൽ നിൽക്കുന്നത് കണ്ടിരുന്നു എന്നും അതിന്റെ രജിസ്ട്രേഷൻ നമ്പർ ഞാൻ നോട്ട് ചെയ്തു വെച്ചിരുന്നു എന്നുമാണ് അയാൾ വെളിപ്പെടുത്തിയത്. ആ രജിസ്ട്രേഷൻ നമ്പർ വെച്ച് കാറിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് പോലീസ് പരിശോധിച്ച സമയത്ത് അത് ഒരാഴ്ചയ്ക്ക് മുൻപ് മോഷ്ടിക്കപ്പെട്ട കാറാണെന്ന് കണ്ടെത്തി. കാറിന്റെ ഉടമസ്ഥൻ പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട്. ഇതിൽ നിന്നും ആ കാറിൽ വന്നത് കില്ലർ തന്നെയാണ് എന്നുള്ള കാര്യം ഉറപ്പായി. എത്രയും പെട്ടെന്ന് ആ കാർ കണ്ടെത്താൻ കഴിഞ്ഞാൽ കില്ലറിനെയും പിടികൂടാം. ഇതോടെ ലോസ് ആഞ്ചലസ് സിറ്റി മുഴുവൻ ഓറഞ്ച് കളറിലുള്ള ആ ടൊയോട്ട കാറിനു വേണ്ടിയുള്ള തിരച്ചിൽ വ്യാപകമാക്കി. 3 ദിവസം നീണ്ടുനിന്ന തിരച്ചിലിനൊടുവിൽ ലോസ് ആഞ്ചലസിലെ കൊറിയ ടൗൺ എന്ന സ്ഥലത്തു നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ആ കാർ കണ്ടെത്തി. ഫോറൻസിക് ടീം ആ കാർ വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കിയതോടെ അവർക്കൊരു ഫിംഗർ പ്രിന്റ് ലഭിച്ചു. ഇങ്ങനെ ലഭിച്ച പ്രിന്റ് പോലീസിന്റെ ഡാറ്റാബേസിലെ ക്രിമിനൽസിന്റെ ഫിംഗർ പ്രിന്റ്സുമായി മാച്ച് ചെയ്തു നോക്കി. ഇതോടെ 1984 ഇല്ലീഗൽ ഡ്രഗ്സ് ഉപയോഗിച്ച കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ക്രിമിനലിന്റെ ഫിംഗർ പ്രിന്റുമായി അത് മാച്ചായി. അയാളുടെ പേരായിരുന്നു റിച്ചാർഡ് റെമിറസ്. കഴിഞ്ഞ കുറെ മാസങ്ങളായി ലോസ് ആഞ്ചലസിനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന നൈറ്റ് സ്റ്റാക്കർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സീരിയൽ കില്ലർ റിച്ചാർഡ് റെമിറസ് ആണെന്ന് കണ്ടെത്തിയതിന്റെ അടുത്ത ദിവസം തന്നെ പോലീസ് ഒരു പ്രസ് മീറ്റ് വിളിച്ചു ചേർത്തു. അതിൽ 1984 അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴെടുത്ത റിച്ചാർഡിന്റെ ഫോട്ടോ പ്രദർശിപ്പിച്ച പോലീസ് ഇവനെ എവിടെ വെച്ച് കണ്ടാലും തങ്ങൾക്ക് വിവരം നൽകണമെന്നും ഇതാണ് നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സീരിയൽ കില്ലറെന്നും വെളിപ്പെടുത്തി. അതിനോടൊപ്പം തന്നെ റിച്ചാർഡ് റെമിറസിന് ഒരു വാർണിംഗും നൽകി. റിച്ചാർഡ്, നിന്നെ ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി അധികം വൈകില്ല. നീ എവിടെ പോയി ഒളിച്ചാലും നിന്നെ ഞങ്ങൾ പിടിച്ചിരിക്കും എന്നതായിരുന്നു ആ വാർണിംഗ്. അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആ സീരിയൽ കില്ലറിന്റെ ഫോട്ടോ ലോസ് ആഞ്ചലസിന്റെ മുക്കിലും മൂലയിലും പ്രദർശിപ്പിക്കപ്പെട്ടു. ഇതോടെ ഓഗസ്റ്റ് 31 രാവിലെ ഈസ്റ്റ് ലോസ് ആഞ്ചലസിലെ ഒരു കൺവീനിയൻസ് സ്റ്റോറിലെത്തിയ വ്യക്തിയെ കാണാൻ റിച്ചാർഡ് റെമിറസിനെ പോലെയുണ്ട് എന്ന് പറഞ്ഞ് ആ സ്റ്റോറിലെ കസ്റ്റമേഴ്സും ജീവനക്കാരുമെല്ലാം ചേർന്ന് ഒരാളെ തടഞ്ഞു വെക്കുകയും പോലീസിനെ വിളിച്ചറിയിക്കുകയും ചെയ്തു. പോലീസിനെ വിളിക്കേണ്ട താമസം അയാൾ ആ സ്റ്റോറിൽ നിന്നും പുറത്തേക്കോടി. എന്നാൽ ആ സ്റ്റോറിനകത്തുണ്ടായിരുന്ന ആളുകൾ അവന്റെ പുറകെ ഓടുകയും അവനെ പിടികൂടുകയും ചെയ്തു. പോലീസ് സംഭവ സ്ഥലത്തെത്തുമ്പോഴേക്കും നാട്ടുകാർ അവനെ നല്ലതുപോലെ കൈകാര്യം ചെയ്തു കഴിഞ്ഞിരുന്നു. തങ്ങളുടെ മുന്നിൽ അടിയേറ്റ് തളർന്നു കിടക്കുന്നത് റിച്ചാർഡ് റെമിറസ് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചതോടെ പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിലാണ് റിച്ചാർഡിനെ കുറിച്ചുള്ള ഷോക്കിംഗ് ആയ പല ഡീറ്റെയിൽസും പുറത്തു വന്നത്. അത് എന്തെല്ലാമാണെന്ന് ഇനി നോക്കാം. എല്ലാ സീരിയൽ കില്ലേഴ്സിന്റെയും ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അതിൽ അവരുടെ ബാല്യകാലത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ബാല്യകാലങ്ങളിൽ അവർ നേരിട്ടിട്ടുള്ള പല സംഭവങ്ങളുടെയും അനന്തരഫലമായാണ് പിൽക്കാലത്ത് അവർ സീരിയൽ കില്ലേഴ്സായി മാറിയിട്ടുള്ളത്. ടോക്സിക് പാരന്റിംഗ്, സെക്ഷൽ അബ്യൂസ്, ഇങ്ങനെ പല പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. ഇത് റിച്ചാർഡ് റെമിറസിന്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. 1960 ഫെബ്രുവരി 29 ടെക്സാസിലെ എൽ പാസോ എന്ന സ്ഥലത്താണ് റിച്ചാർഡ് ജനിച്ചത്. മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയ മെഴ്സിഡീസ് മുനോസും ജൂലിയൻ റെമിറസുമാണ് റിച്ചാർഡിന്റെ പാരന്റ്സ്. ഇരുവരുടെയും 5 മക്കളിൽ ഏറ്റവും ഇളയ മകനായിരുന്നു റിച്ചാർഡ്. റെയിൽവേ ജീവനക്കാരനായിരുന്ന റിച്ചാർഡിന്റെ അച്ഛൻ ജൂലിയൻ റെമിറസ് കടുത്ത മദ്യപാനിയും സ്ഥിരമായി ഭാര്യയെയും മക്കളെയും ഉപദ്രവിക്കുന്ന വ്യക്തിയുമായിരുന്നു. മദ്യത്തിന്റെ പുറത്ത് അയാൾ ചെയ്തു കൂട്ടിയ പ്രവൃത്തികൾ റിച്ചാർഡിനെ മാനസികമായി തളർത്തി. 10ാമത്തെ വയസ്സ് മുതൽ റിച്ചാർഡ് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി. റിച്ചാർഡിനെ ഈ അവസ്ഥയിൽ നിന്നും മോചിപ്പിക്കാനായി അവന്റെ അമ്മ അവനെ കുറച്ചുകാലത്തേക്ക് ഒരു ബന്ധുവിന്റെ വീട്ടിൽ കൊണ്ടാക്കി. അമേരിക്കൻ ആർമിയിലെ ഉദ്യോഗസ്ഥനായ മൈക്കിന്റെ വീട്ടിലാണ് റിച്ചാർഡ് താമസിക്കാനായി എത്തിയത്.
പിൽക്കാലത്ത് റിച്ചാർഡിനെ ഒരു സീരിയൽ കില്ലറാക്കി മാറ്റിയതിൽ പ്രധാന പങ്കുവഹിച്ചതും അമ്മയുടെ തീരുമാനമാണ്. കാരണം വിയറ്റ്നാം വാറിൽ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുള്ള മൈക്ക് ഓൾറെഡി ഒരു സീരിയൽ കില്ലറിന്റെ മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തിയാണ്. അത്രയും ക്രൂരതകളാണ് അയാൾ വിയറ്റ്നാം യുദ്ധത്തിൽ ചെയ്തു കൂട്ടിയിട്ടുള്ളത്. ഒന്നുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ, വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്കൻ ആർമി തടവിലാക്കിയ പല സ്ത്രീകളെയും കുട്ടികളെയും മൈക്ക് അതിക്രൂരമായി റേപ്പ് ചെയ്ത് അതെല്ലാം ഫോട്ടോ എടുത്തു വെച്ചിട്ടുള്ള ഒരു സൈക്കോപാത്താണ്. ഇത്തരത്തിൽ നിരവധി പാവങ്ങളെയാണ് അവൻ കൊന്നു തള്ളിയിട്ടുള്ളത്. ഇങ്ങനെ മൈക്ക് വിയറ്റ്നാമിൽ ചെയ്തു കൂട്ടിയ ക്രൂരതകളെല്ലാം അവൻ റിച്ചാർഡിന് ഒരു കഥ പോലെ പറഞ്ഞു കൊടുക്കുകയും അതിന്റെ ഫോട്ടോകൾ ഉൾപ്പെടെ കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. പതിയെ പതിയെ റിച്ചാർഡ് റെമിറസിന്റെ മനസ്സിലും ഇതെല്ലാം ചെയ്തു നോക്കാനുള്ള ആഗ്രഹം ഉടലെടുത്തു. ഒരു 12 വയസ്സുകാരനാണ് ഈ രീതിയിൽ ചിന്തിക്കുന്നത് എന്ന് ഓർക്കണം. ശത്രുക്കളെ കൊലപ്പെടുത്തുന്ന രീതികളും ടെക്നിക്സുമെല്ലാം റിച്ചാർഡ് മൈക്കിൽ നിന്നും ചോദിച്ചു മനസ്സിലാക്കി. ഈ രീതികളാണ് റിച്ചാർഡ് റെമിറസ് പിന്നീട് തന്റെ ഇരകൾക്കുമേൽ പ്രയോഗിച്ചത്. 1975 തന്റെ 15-ാം വയസ്സിലാണ് റിച്ചാർഡ് ഒരു കൊലപാതകം നേരിട്ട് കാണുന്നത്. അന്ന് റിച്ചാർഡ് മൈക്കിന്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് മൈക്കിനും അദ്ദേഹത്തിന്റെ ഭാര്യ ജെസ്സിക്കുമിടയിൽ ഒരു വഴക്കുണ്ടായി. ഇത്തരം വഴക്കുകൾ ആ വീട്ടിൽ സാധാരണമായിരുന്നതിനാൽ റിച്ചാർഡ് അത് കാര്യമാക്കിയെടുത്തില്ല. എന്നാൽ ആ തർക്കം എന്നത്തെയും പോലെ അവസാനിച്ചില്ല. നിയന്ത്രണം നഷ്ടപ്പെട്ട മൈക്ക് അദ്ദേഹത്തിന്റെ പിസ്റ്റൾ എടുത്ത് ജെസ്സിയുടെ തലയിൽ തന്നെ ഷൂട്ട് ചെയ്തു. റിച്ചാർഡിന്റെ കൺമുന്നിൽ ജെസ്സി മരിച്ചു വീണു. ആ കാഴ്ച കണ്ട് അവൻ ഒരിക്കലും ഭയന്നില്ല. മറിച്ച് ഒരു കൊലപാതകം നേരിട്ട് കണ്ടതിൽ അവൻ ആഹ്ലാദിച്ചു. അന്നാണ് തന്റെ ഉള്ളിലുള്ള സീരിയൽ കില്ലറിനെ റിച്ചാർഡ് ആദ്യമായി തിരിച്ചറിഞ്ഞത്. ജെസ്സിയെ കൊലപ്പെടുത്തിയ കേസിൽ മൈക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും മിലിറ്ററി സർവീസ് മൂലമുണ്ടായ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ മൂലമാണ് ഈ കൊലപാതകം നടന്നത് എന്ന് തെളിയിക്കുന്നതിൽ മൈക്കിന്റെ ഡിഫൻസ് ടീം വിജയിച്ചതോടെ അയാൾ ജയിൽ മോചിതനായി. അപ്പോഴേക്കും റിച്ചാർഡ് പല കുറ്റകൃത്യങ്ങളും ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. വീടിനകത്ത് അതിക്രമിച്ചു കയറി മോഷണം നടത്തിയായിരുന്നു തുടക്കം. പിന്നീട് കൊലപാതകവും റേപ്പും റിച്ചാർഡിന്റെ ഹരമായി മാറി. അങ്ങനെയാണ് നൈറ്റ് സ്റ്റാക്കർ എന്ന പേരിലുള്ള സീരിയൽ കില്ലർ പിറവിയെടുത്തത്. ഈ വീഡിയോയിൽ വിവരിച്ച കുറ്റകൃത്യങ്ങളിൽ ഭൂരിഭാഗവും റോബറിക്ക് വേണ്ടി നടത്തിയ ക്രൈമുകളായിരുന്നു. എന്നാൽ റിച്ചാർഡ് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴേക്കും അവൻ 12 കൊലപാതകങ്ങളും 11 റേപ്പുകളും 14 മോഷണങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു. 4 വർഷം നീണ്ടുനിന്ന വിചാരണകൾക്ക് ശേഷം 1989 സെപ്റ്റംബർ 9 ഈ കേസിലെ വിധി വന്നത്. ഇത്രയും കൊലപാതകങ്ങളും റേപ്പുകളും നടത്തിയിട്ടുള്ള റിച്ചാർഡ് റെമിറസിന് ജീവിക്കാനുള്ള അവകാശമില്ല എന്ന് കണ്ടെത്തിയ കോടതി അവന് വധശിക്ഷയാണ് വിധിച്ചത്. എന്നാൽ മറ്റു ചില തടസ്സങ്ങൾ കാരണം ശിക്ഷ നടപ്പിലാക്കാൻ കഴിയാതെ വർഷങ്ങൾ കടന്നുപോയി. ഒടുവിൽ 2013 ബ്ലഡ് ക്യാൻസർ ബാധിച്ച് റിച്ചാർഡ് റെമിറസ് ജയിലിനകത്ത് വെച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത്. ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ പാരന്റ്സിനെന്ന പോലെ തന്നെ മറ്റുള്ളവർക്കും സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നുള്ളതിന് ഉത്തമോദാഹരണമാണ് ഈ കേസ്. അതിനാൽ നമ്മുടെ കുട്ടികൾ ആരോടൊക്കെ ഇടപഴകുന്നു, അവർ എത്തരക്കാരാണ് എന്നെല്ലാം അറിഞ്ഞു വെക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് മറക്കരുത്. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം. ബൈ.